ഹലോ ഫ്രണ്ട്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എന്നല്ല. ഒരു ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ സെല് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഐറ്റംസ് വിറ്റ് പോകുന്ന ഏതാണ്, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏരിയ. ഇപ്പം നമ്മൾ ടീഷർട്ട് ആണല്ലോ സെല് ചെയ്യുന്നത്. അപ്പം അതിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ടീഷർട്ട് ആണ്. പല ടൈപ്പ് ഓഫ് ടീഷർട്ട്സ് ഉണ്ട്. അപ്പം അതിലേതാണ്, ഏത് ഡിസൈൻസ് ആണ് കൂടുതലും പോകുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം അവയർനെസ്സും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മോക്കപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും അത് ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കൂടുതൽ സെയിൽസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം അതിലുള്ളൊരു ഓപ്ഷനാണിത്. ഉള്ള ഓപ്ഷനാണ് ഈ സ്പോയിൽ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ട്രിങ്സ് ഇൻ ഡിസൈൻസ്, ഫ്ലവർ ഗേൾസ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതിന് വാലിഡിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇത്ര വാലിഡിറ്റിക്കുള്ളിൽ അത് ആ ഒരു ട്രെൻഡ് കഴിയുന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ട്രെൻഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതില് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എങ്ങനെയുള്ള ഗ്രാഫിക്സ് ആണ് കൂടുതൽ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രാഫിക്സ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ധമാക്ക സെലക്ഷൻ. ഇപ്പൊ ധമാക്ക സെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവര് തന്നെ ഇടുന്നതാണ് ഈ ധമാക്ക സെയിൽസ്. അപ്പം കൂടുതൽ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടീഷർട്ട് ഫോർ മെൻ റൗണ്ട് നെക്ക് എന്ന് പറയുന്ന ടീഷർട്ട് സെയിൽസ് ചെയ്തേക്കുന്ന 1.4 crores ഈ ഒരു ടൈപ്പ് ഓഫ് ടീഷർട്ട് സെയിൽ ചെയ്തേക്കുന്നത് ലാസ്റ്റ് മന്ത്. ഇപ്പൊ 66.3K യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തേക്കുന്നത് ഈ ടൈപ്പ് ഓഫ്. ഇതൊക്കെ റേറ്റ് ഒന്നാമത് ഈ റേറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇങ്ങനെയുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടീഷർട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ലെൻസിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടീഷർട്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ടീഷർട്ട് ഫോർ വുമൺ, ഇങ്ങനെയുള്ള ടീഷർട്ട് കൂടുതലായിട്ട് സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, ഇത് ജസ്റ്റ് സാമ്പിൾസ് ആണ്, സാമ്പിൾ പ്രൊഡക്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോ ഇതാണേലും 27.7K യൂണിറ്റ്സ് ആണ്. ഇതിന്റെ ജെൻസിന്റെ നേരെ പകുതിയാണ് ഈ ഒരു വുമൺസ് വാങ്ങിക്കുന്നത് ടീഷർട്ട് ആണേലും. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ പോളോ എന്ന് പറയുന്നത് കോളറുള്ള ടീഷർട്ടിനാണ് പോളോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടീഷർട്ടാണ് കൂടുതലും പോകുന്നത്. ഓക്കെ, അത് 7K യൂണിറ്റ്സ് ആണ് ലാസ്റ്റ് മന്ത് സെല്ലായത്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതലായിട്ട് സെല്ലായി പോകുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ സ്റ്റൈൽ ഓഫ് വേഡിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ നമ്മള് വേഡിങ്സ് നല്ലതായിരിക്കണമെന്നല്ല, അതല്ല മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ വേഡിങ്സ് സ്റ്റൈല് അത് എങ്ങനെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേഡിങ്സ് ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ആ വേഡിങ്സ് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരുമ്പോഴേ നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഗൂഗിൾ ലെൻസ് ഇട്ടിട്ട് നമ്മൾ നോക്കണം ഇതിന്റെ റേറ്റും മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത് ഓരോ പ്രൊഡക്റ്റും. അത് നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ,
അത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവര് സാമ്പിൾസും അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസ് വിറ്റ് പോകുന്നുണ്ട് ഈ ഒരു പ്ലാ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെല്ലിങ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, 4 റേറ്റിംഗ്, 3.9 റേറ്റിംഗ്, 4 റേറ്റിംഗ് ഉള്ള ഐറ്റംസ് ആണ് കൂടുതലായിട്ട് സെല്ല് ചെയ്ത് പോകുന്നത്. റെക്കമെൻഡഡ് പ്രൈസും കൊടുത്തിട്ടുണ്ട് കണ്ടോ, 274 എന്ന് വെച്ചാല് 5 സ്ലീവ് ടീഷർട്ടൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് കൂടുതലും പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പുതിയ പേജിലോട്ട് അത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് അവർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം 194 ആയതുകൊണ്ടാണ് അത്രയും സെയിൽ അവർക്ക് കൂടുന്നത്. ഓക്കെ, ഇപ്പം നെക്ക് കോട്ടൺ ബ്ലെൻഡ് ആണ് 82%. അപ്പം മോഡൽസിന്റെ ക്രിയേറ്റീവ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല മോഡൽസിനെയൊക്കെ വെച്ച് പരിപാടി സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഓർഡർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം 82% ഓഫ്, ഇതൊക്കെ കൂടെ ആകുമ്പോൾ ആൾക്കാർ എന്തായാലും വാങ്ങിക്കും. പിന്നെ ഈ ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിക്കും. നമ്മള് സാധനങ്ങൾ നല്ലത് കൊടുക്കുക, നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കുക. ഇത് ചിലപ്പോൾ ഇവര് റേറ്റ് പിന്നെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മാക്സിമം ഈ ഒരു ടൈമിന് മാക്സിമം ഈ ഒരു റേറ്റിംഗ് കിട്ടാനൊക്കെ ആയിരിക്കും ഈ ഒരു റേറ്റിൽ ഇട്ടേക്കുന്നത്. ഈ അത്യാവശ്യം റേറ്റിംഗ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ റേറ്റ് കൂട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിലെ കളികൾ. പിന്നെ പറയുവാണെങ്കിൽ സോൾഡ് ഔട്ടായ ഇത് സോൾഡ് ഔട്ട് ആയി. ഇതൊക്കെ കൂടുതലായിട്ട് സെല്ല് ചെയ്ത് സോൾഡ് ഔട്ട് ആയ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ മീഡിയം ലാർജ് ഒക്കെ ഉള്ളൂ. ഡിമാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ആ സ്ലീവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ ഫീച്ചർ ഉണ്ട്. നമ്മളിത് കുറെ തിരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. വ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊരു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സെർച്ച് ട്രെൻഡാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു ലിസ്റ്റ് വരും. അതിലേറ്റവും കൂടുതൽ നമുക്ക് വരുന്ന സെർച്ച് ചെയ്യപ്പെടുന്നതാണ് സെർച്ച് ടേംസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റമർ സെർച്ച് ചെയ്തിട്ടുള്ള ടേമിനെയാണ് സെർച്ച് ടേം എന്ന് പറയുന്നത്. ഇത് കീവേഡ്സ് ആണ്. കീവേഡ്സ് ഒന്നും പറയാലോ. അപ്പൊ ടീഷർട്ട് എന്ന് പറയുന്ന കീവേഡ്സ് ആണ്, പിങ്ക് ക്യൂൻ ടീഷർട്ട് എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണ്. എക്സലന്റ് കീവേഡ്സ് ആണ്. ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വെരി ഹൈ ആണ്. ഇപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത നമുക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വെരി ലോ ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് കിട്ടും. ഇപ്പൊ പോളോ സിപ്പർ ടീഷർട്ട് ഫോർ ബോയ്സ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ വളരെ കുറവായിട്ടുള്ള ടീഷർട്ടുകളാണ്. പിന്നെ ബനിയൻ ടീഷർട്ട്, അതൊക്കെ ബനിയൻ ടീഷർട്ടൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഇത് വെരി ലോ കോമ്പറ്റീഷൻ ആണ്. പക്ഷെ എക്സലന്റ് കീവേഡ്സ് ആണ് അതൊക്കെ. വെരി ഗുഡ് കീവേഡ്സ്. അങ്ങനെ കുറെ നമുക്ക് കാണാം. ലെവിസ്. ഓക്കെ,
ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്താണ് നമ്മളിതില് സെല്ല് ചെയ്യേണ്ടത്, ഏത് ഡിസൈനാണ് സെല്ല് ചെയ്യേണ്ടത്, ഇത് സെല്ലാവുന്നുണ്ടോ